ധനുരാശി. ഈ രാശിയിൽ ജനിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണിത്. ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധ സാമ്പത്തികം, സഹോദരങ്ങൾ എന്ന മേഖലയിലായിരിക്കും. സൂര്യൻ ആദ്യ കുറേ നാൾ സാമ്പത്തിക വിഷയങ്ങളെ ആയിരിക്കും കൂടുതൽ വെളിപ്പെടുത്തുക. പല രീതിയിലുള്ള ചിലവുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചെലവാക്കുക. അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പല വിധത്തിലുള്ള സാമ്പത്തികമായ സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നതാണ്. അവയെ നേരിടാനായിട്ട് അല്പം പ്രയാസപ്പെടേണ്ടി വരും. പുതിയ പ്രൊജക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഇതുതന്നെയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പുതിയ ജോലികൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. സ്വന്തം സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള അവസരം, അധികാരികളുമായിട്ടുള്ള സംവാദം, നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങളുടെ വീട്ടുകാർക്കുള്ള പരിഗണന, നേരിട്ടറിയൽ എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കുക. സൂര്യൻ രണ്ടാം പകുതി ആശയവിനിമയം, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ എന്ന മേഖലയിലായിരിക്കും പ്രകാശിക്കുക. നിരവധി ആശയവിനിമയങ്ങൾ ഉണ്ടാകാം. ആശയവിനിമയങ്ങൾ കൊണ്ടുള്ള ജോലികൾ നിരവധിയാകാം. എഴുത്ത്, എഡിറ്റിംഗ്, അഡ്വർടൈസിംഗ്, മീഡിയ, ജേർണലിസം, സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രീച്ചിങ്, ടീച്ചിങ്, കൗൺസിലിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടാകാം. ഒരേ സമയം പല ജോലികൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയും പ്രതീക്ഷിക്കുക. സഹോദരങ്ങളുമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ, സഹോദരങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള അവസ്ഥകൾ എന്നിവയും ഈ മാസം നിലനിൽക്കുന്നു. ചെറു കോഴ്സുകൾ, ചെറിയ യാത്രകൾ എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കുക. ശുക്രൻ വ്യക്തിജീവിതം, സൗന്ദര്യം, മുഖം, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ എന്ന മേഖലയിലാണ് കൂടുതൽ നാൾ ഉണ്ടാകുക. നിങ്ങളുടെ സൗന്ദര്യം മെച്ചപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വരാനുള്ള അവസരം, പുതിയ പ്രേമബന്ധം, വിവാഹബന്ധം, ഔദ്യോഗിക ബന്ധം, മറ്റുള്ളവർ നിങ്ങളെ പല കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കുന്ന ഒരു അവസരമാണ്. ഈ അവസരം ഇൻ്റർവ്യൂസ്, ഡിബേറ്റ്സ് എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ ചെലവഴിക്കുക. ചൊവ്വ നിൽക്കുന്നത് വീട്, കുടുംബം എന്ന മേഖലയിലാണ്. ഈ മേഖലയെ സൂചിപ്പിക്കാൻ പറ്റിയൊരു ഗ്രഹമല്ല ചൊവ്വ. അതുകൊണ്ട് വീടിനുള്ളിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അവോയ്ഡ് ചെയ്യുക. പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട് വിൽപ്പന, വാങ്ങൽ, വീട് മെച്ചപ്പെടുത്തൽ, മോടി പിടിപ്പിക്കൽ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങൽ, മുതിർന്ന സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആകുലത, വീട്ടിൽ നിന്നുള്ള യാത്രകൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നു. പൂർവിക സ്വത്തിനെക്കുറിച്ചുള്ള ചർച്ച, ഈ സ്വത്ത് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിംഗ് എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ഈ മാസം നിങ്ങൾ തയ്യാറെടുക്കും. മകരം രാശിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണിത്. ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ വ്യക്തിജീവിതം, സാമ്പത്തികം എന്നിവയിലായിരിക്കും. സൂര്യൻ കൂടുതൽ നേരം പ്രകാശിക്കുക നിങ്ങളുടെ വ്യക്തിജീവിതം സൂചിപ്പിക്കുന്ന മേഖലയിലാണ്. പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടാനുള്ള ഒരു ആഗ്രഹം, ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചുള്ള ഒരു കരുതൽ, ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ട അവസ്ഥ, പുതിയ ആരോഗ്യക്രമം എന്നിവ പ്രതീക്ഷിക്കുക. സൂര്യൻ ജന്മരാശിയിലൂടെ നീങ്ങുന്ന അവസരം എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇത് താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമായി മാത്രം കാണുക. ഈ അവസരം ശരീരത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കണക്കാക്കുക. പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വരാനുള്ള അവസരം, പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരം, നിങ്ങളെ പുതിയ വ്യക്തിയായി പ്രസന്റ് ചെയ്യാനുള്ള, അവതരിപ്പിക്കാനുള്ള അവസരം എന്നിവയെല്ലാം ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ പ്രേമബന്ധം, വ്യക്തിബന്ധം, ബിസിനസ് ബന്ധം എന്നിവയ്ക്കും ഈ മാസം അവസരങ്ങൾ ഉണ്ടാകാവുന്നതാണ്. സൂര്യൻ രണ്ടാം പകുതിയിൽ സാമ്പത്തിക വിഷയങ്ങളുടെ മേഖലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ നിങ്ങൾക്ക് നല്ലൊരു നിയന്ത്രണം ആവശ്യമായി വരാം. അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ അധിക ദിവസങ്ങളും സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥ സംജാതമാകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചെലവാക്കുക. ഏറ്റവും ആവശ്യമായ വസ്തുതകളെ മാത്രം തിരിച്ചറിയുക. അവയ്ക്ക് വേണ്ടി പണം ചെലവാക്കുക. പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള ശ്രമം ശക്തമായി തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ജീവിതശൈലിക്ക് മുകളിൽ ഉള്ള ഒരു പരിഗണന ഈ മാസം നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. അവരുമായിട്ടുള്ള തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ എന്നിവയും ഉണ്ടാകാം. പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു അവസരം, നിങ്ങളുടെ മൂല്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം എന്നിവയും പ്രതീക്ഷിക്കുക. ജോലിസ്ഥലത്ത് പുതിയ പ്രൊജക്റ്റുകൾ, അധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ശുക്രൻ ദൂരയാത്രകൾ, ദൂരദേശവാസം എന്ന മേഖലയിലൂടെയാണ് കൂടുതൽ നേരം സഞ്ചരിക്കുക. ഭാവി പരിപാടികളെക്കുറിച്ച് ആസൂത്രണം ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാസമാണിത്. പ്രേമബന്ധങ്ങളെക്കുറിച്ചുള്ള നിരവധി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകാം. ബെഡ് പ്ലഷേഴ്സ് അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസയേഴ്സ്, സെക്ഷുവൽ മോഹങ്ങൾ എന്ന മേഖലയും ശുക്രൻ്റെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ നാം ഒരുപക്ഷെ പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഹൃദയം നിറയെ
പ്രേമബന്ധങ്ങളും അങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകാം. ഇവയെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കുകയുമില്ല. ഏകാന്തനായി തീരാനുള്ള ആഗ്രഹം, ശരീര സുഖം മെച്ചപ്പെടുത്താനുള്ള ശ്രമം, ദൂരദേശവാസത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ, പ്രാർത്ഥന, മെഡിറ്റേഷൻ എന്നിവയെക്കുറിച്ചുള്ള പ്ലാനിങ്ങും ഈ മാസം ഉണ്ടാകും. ചൊവ്വ നിൽക്കുക സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആശയവിനിമയങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് നടത്തേണ്ടി വരുന്നത്. ആശയവിനിമയങ്ങളിൽ നിന്നുള്ള പല ജോലികളും ഉണ്ടാകാം. ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ്, അഡ്വർടൈസിംഗ്, ജേർണലിസം, മീഡിയ, എഡിറ്റിംഗ്, എഴുത്ത് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പല അവസരങ്ങളും ഉണ്ടാകാം. ചെറിയ യാത്രകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ, സഹോദരങ്ങളുമായിട്ടുള്ള കൂടുതൽ സംവാദം എന്നിവയും എല്ലാം കൊണ്ട് ഈ മാസം വളരെയേറെ സംഭവബഹുലമായിരിക്കും. എല്ലാവർക്കും ഈ മാസത്തെ നല്ല നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.